അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഇമാം തബ്റാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സരിയത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നാൾ ഒരു യുദ്ധസൈന്യത്തെ ശത്രുങ്ങളിലേക്ക് യുദ്ധക്കോ കടത്തിയിട്ട്. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പോൾ സ്വയമായിട്ട് യുദ്ധത്തിന് നേതൃത്വം വഹിച്ചിട്ട് യുദ്ധത്തിൽ പോകാറുണ്ട്. ചിലപ്പോൾ ആവശ്യം വന്നില്ലെങ്കിൽ എന്താക്കട് സ്വഹാബത്തിനെ കടത്തിവിട്ടു യുദ്ധാക്കി വരാറുണ്ട്. ഫഗനിമു വസ്റഉ റജഅത. യുദ്ധത്തിൽ പോയാൽ നല്ല വമ്പിച്ച വിജയം കിട്ടിയിട്ട്, എന്നിട്ട് ധാരാളം ഗനീമത്ത് സ്വത്ത് കിട്ടിയിട്ട്. ഗനീമത്ത് എന്നെങ്കിൽ ശത്രുക്കളിട്ട് പോരാടിയിട്ട് ആ ശത്രുങ്ങ വിട്ടുപോയ യുദ്ധത്തെ സ്വത്തുങ്ങ കുറേ സ്വത്തുങ്ങൾ ഇക്കടല്ലേ യുദ്ധത്തിൽ കിട്ടിയതായ ലാഭം. അങ്ങനെ ആ ലാഭവുമായിട്ട് വാസ്റഉ റജഅത്തങ്ങ എത്ര വേഗം ഫാസ്റ്റായിട്ട് തിരിച്ച് വന്നാർ. സാധാരണ യുദ്ധത്തിൽ പോയി തിങ്കൾ കെട്ടിലവിടെ നിൽക്കണോടു, കുറേ യുദ്ധാക്കണോടു. ചിലപ്പോൾ യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്ത് കിട്ടില്ല, അങ്ങനെ ചിലപ്പോൾ കയ്യിൽ മണ്ടാറ്. ചിലപ്പോൾ ഇപ്പോൾ ഭയങ്കര ഗനീമത്ത് സ്വത്തും കിട്ടിയിട്ട് മാത്രമല്ല എത്ര വേഗം പോയി എന്നാൽ അത്ര വേഗം ഫാസ്റ്റായിട്ട് തിരിച്ച് വന്നാർ. ഫതഹദ്ദന്നാസു ബിഖുർബിൻ. മനുഷ്യന്മാരെല്ലാം മദീനത്തൊരു ചർച്ച ആയിത്തത്, എത്ര വേഗം പോയാറ് പോവാം, എത്ര വേഗം വന്നാറ് പോവാം, ഭാരി ലാഭം കിട്ടി പോകാണ്ടുള്ള മനുഷ്യന്മാർ ഇടയിൽ ചർച്ച ആയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിഷേകം കിട്ടി മനുഷ്യന്മാർ ഇങ്ങനെ ചർച്ച ആക്കേണ്ടുള്ളാറുണ്ട്. അപ്പോൾ ജന്തു അലാ അദുല്ലുക്കും അലാ അഖ്റബി മിൻഹും മഗ്സൻ വ അക്സറ ഗനീമത്തൻ. മനുഷ്യന്മാരെ നിങ്ങൾ ഇതിനെ സംബന്ധിക്കും ചർച്ച ആക്കാറില്ലേ, ഭാരി ലാഭം ഇത്ത അങ്ങനെയായിട്ടുള്ള. എങ്കിൽ ഈ യുദ്ധത്തിൽ പോയിട്ട് അവിടെ ശത്രുക്കളുടെ വിജയം കിട്ടിയിട്ട് ധാരാളം ഗനീമത്ത് കിട്ടിയിട്ട് എന്ന് മാത്രമല്ല ഒരു ടൈം വേസ്റ്റ് ഇല്ലാണ്ട് വേഗം നിങ്ങൾ തിരിച്ച് വന്നത്, ഇതെല്ലാം വലിയ വിഷയമേ. അങ്ങനെ ഇതിനായിട്ട് വലിയ ഹൈറായ ഒരു വിഷയം എനിക്ക് ഞാൻ പരിപാടി തരട്ടോ. എന്നൊരു ചെന്ത് മൻ തവല്ല സുമ്മ ഗദാ ഇലൽ മസ്ജിദി ലി സുബ്ഹത്തി ളുഹാ. ഒരാൾ പള്ളിക്ക് പോയിട്ട് ഉളു എടുത്തിട്ട് പള്ളിക്ക് പോയിട്ട് എന്നിട്ട് അയാൾ ളുഹാ നിസ്കരിച്ചെങ്കിട്ടായെങ്കിൽ ഇതിനായിട്ട് വലിയ നിങ്ങൾക്ക് പോയി യുദ്ധത്തിൽ പോയിട്ട് കിട്ടിയതായ ലാഭത്തായിട്ട് വലിയ ലാഭമായിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നതായ ളുഹാ നിസ്കാരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും. അപ്പോൾ ളുഹാ നിസ്കാരത്തെ മഹത്വമായിട്ട് വലിയ മഹത്വമുള്ള നിസ്കാര. ളുഹാ നിസ്കാരം ആരെങ്കിലും പതിവാക്കിയെങ്കിൽ അവനക്ക് ദാരിദ്ര്യത്തല്ല ഫക്കീർത്തായത്തല്ലെല്ലാം നമുക്ക് കിതാബുൽ കാണും. എന്ന് മാത്രമല്ല അത് വലിയൊരു മനസ്സ് ശാന്തി കിട്ടൊരു നിസ്കാരമായിട്ട് സുബൈ ബാങ്കായിട്ട് ഒരു 100 മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ട് അതിൻ്റെ ടൈം തുടങ്ങടേ. അതിലാണ് 300 നിസ്കരിച്ചാൽ തീരാ. ഒരു 100 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയിട്ടായെങ്കിൽ അതിൻ്റെ ടൈം തുടങ്ങിയിട്ട് ഉച്ചക്ക് ലുഹുർ ബാങ്ക് തോറും അതിൻ്റെ ടൈം ഇക്കിടും. അതിലെല്ലാം നമുക്ക് എന്താക്കാം ളുഹാ നിസ്കരിക്കാം. എന്നൊരു ഹദീസ് നോക്കുമ്പോൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദിക്കും സ്വദഖ. മനുഷ്യരുടെ ശരീരത്തിൽ ഒരുപാടും ഗണ്ടുങ്ങ ഉണ്ട്. കയ്യിൽ, കാലിൽ, വിരലിൽ ഓരോരോ ഗണ്ടുങ്ങ, ഓരോരോ ബോൾസ് പോലെ. അത് അപ്പോൾ തിരിക്കണം, കാലത്തര നിങ്ങൾ തിരിക്കട, കൈയുടെ പ്രിപ്പറാക്കട. ഒരു സമയം മാത്രം ഈ ഗണ്ട് അള്ളാഹു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോൾസിൽ അള്ളാഹു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും തിരിക്കാവില്ല, സ്ട്രൈറ്റ് കൊണ്ടു. ഇപ്പോൾ നോക്കൂ, നാളെ വിരലിൽ പിടിച്ചിട്ട് തലയുടെ പിടിച്ചിട്ട് വിരൽ തോലും, കാലിൽ വിരൽ തോലും, എത്ര ഗണ്ട് അള്ളാഹു നമുക്ക് വെച്ചിടാം. വലിയ നിഅമത്തായിരിക്കരുത്. ഇതിക്കെല്ലാം നമുക്ക് സ്വതക്ക് കൊടുക്കാറ് ഒരു ടാക്സ് പോലെ ഒരു സ്വതക്ക് കൊടുക്കാൻ നമുക്ക് കടമയായിട്ട്. നല്ല ശരീരത്തിൽ നമുക്കൊരു ടാക്സ് ഉണ്ട്. ഈ അള്ളാഹു ചെയ്ത നിഅമത്ത് ശുക്ർ എന്ന നിലയ്ക്ക് ഒരു ടാക്സ് കിട്ടണം നമുക്ക്. എന്നിട്ട് ചെന്ന് ആ ടാക്സിൽ ഒരു ഭാഗമായിട്ടേക്ക് കുല്ലു തസ്ബീഹത്തിൻ സ്വദഖത്തുൻ വ കുല്ലു തഹ്മീദത്തിൻ സ്വദഖ വ കുല്ലു തഹ്ലീലത്തിൻ സ്വദഖ വ കുല്ലു തക്ബീറത്തിൻ സ്വദഖ. നിങ്ങൾ ചെല്ലതായ അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതെല്ലാം ദിക്റുങ്ങ, തസ്ബീഹ്, ഇതെല്ലാം ഒരു സ്വദഖത്ത് രൂപത്തിൽ, ടാക്സ് രൂപത്തിൽ അടക്കപ്പെട്ട്. മാത്രമല്ല അംറും ബിൽ മഅറൂഫി വ നഹ്യുൻ അനിൽ മുൻകരി, നിങ്ങൾ നല്ലത് കൊണ്ട് കൽപ്പിക്കൽ, ബേടക്കട് കണ്ടെങ്കിൽ എതിർക്കൽ, ഇതെല്ലാം ടാക്സ് ആയിട്ട് ഇതെല്ലാം ഒരു സ്വതക്കായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ. എങ്കിൽ യുജിസു മിൻ ദാലിക റക്അത്തൈനി യർകഉഹുമാ മിനൽ ളുഹാ.
ഒരു മനുഷ്യക്ക് ഓരോന്നിനും അവൻ്റെ അള്ളാഹു ശരീരത്തിൽ വെച്ചതായ ഈ ഗണ്ടുകളെ അതനുസരിച്ചിട്ട് അവർക്ക് സ്വതക്ക ചെയ്യൽ അവർക്ക് ബുദ്ധിമുട്ടത് അതെല്ലാം പിന്നെ കണക്ക് കൂട്ടിയിട്ട് പിന്നെ സ്വതക്ക ചെയ്യുക മനുഷ്യർ സാധിക്കില്ല. അപ്പോൾ അതൊക്കെല്ലാത്തും അവിടെ ഒരു അമലുണ്ട്, അതായിരിക്കും ജൻറക്കാത്ത് ലുഹാ നിസ്കാറാണ്. അപ്പോൾ ലുഹാ നിസ്കാര നിങ്ങൾ നിസ്കരിക്കരുത്. നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹു ചെയ്തതായ എന്താ ഒരു ആരോഗ്യമുണ്ട്, ഒരു നിയമത്തുണ്ട്. ആ നിയമത്തിക്ക് ഒരു ടാക്സ് പോലെ ആയിട്ടിക്കരുത്. പടച്ചവനക്ക് ഒരു ശുക്ർ ചെയ്തതായ ഒരു രണ്ടരക്കാൽ നിസ്കാരമായിട്ടിക്കട്ട്. അത് നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചിട്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്യുക ആ നിയമത്ത്, നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹു ചെയ്യുക ആ നിയമത്തിക്ക് ഒരു ശുക്ർ അടുപ്പിക്കലായിട്ടിക്കട്ട്. നിങ്ങളുടെ ആരോഗ്യത്തെ വർധനയ്ക്ക് അത് കാരണമാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ചെറിയൊരു രണ്ടരക്കാത്ത നിസ്കാരം നമുക്ക് നിസ്കരിക്കൂ. അള്ളാഹു തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യത്തും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ.